നമസ്കാരം. തൃശ്ശൂരിൻ്റെ ആരോഗ്യ പരിപാലന രംഗത്ത് പതിറ്റാണ്ടുകളായി കാരുണ്യത്തിൻ്റെ സാന്ത്വന സ്പർശമായി നിലകൊള്ളുന്ന പ്രമുഖ സ്ഥാപനങ്ങളാണ് തൃശ്ശൂർ അതിരൂപതയിലുള്ള ജൂബിലി മിഷൻ ആശുപത്രിയും അമല ആശുപത്രിയും. ആയിരക്കണക്കിന് സാധാരണക്കാർക്ക് ആശ്രയമായ സേവന വഴികളിൽ എക്കാലവും മാതൃകയായ ഈ പ്രസ്ഥാനങ്ങൾക്ക് നേരെ ഇപ്പോൾ നടക്കുന്ന ചില സംഘടിത നീക്കങ്ങൾ വലിയ സംശയങ്ങൾക്ക് ഇട നൽകുകയാണ്. നഴ്സുമാരുടെ അവകാശ സംരക്ഷണം എന്ന പേരിൽ ഇപ്പോൾ ഈ രണ്ട് ആശുപത്രികൾക്ക് മുമ്പിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾക്ക് പിന്നിലെ യാഥാർത്ഥ്യം എന്താണ്? ചർച്ചകളിലൂടെ പരിഹരിക്കാവുന്ന കേവലം ഒരു തൊഴിൽ പ്രശ്നം എന്നതിലുപരി തൃശ്ശൂർ അതിരൂപതയെയും ആശുപത്രി മാനേജ്മെൻറ്റുകളെയും മനഃപൂർവ്വം പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഗൂഢലക്ഷ്യങ്ങൾ ആരുടേതാണ്? മാനേജ്മെൻറ്റ് സ്വീകരിച്ചിട്ടുള്ള അനുകൂല നിലപാടുകളെയും യാഥാർത്ഥ്യങ്ങളെയും മറച്ചുവെച്ച് ഒരു വിഭാഗം ആളുകളെ സ്ഥാപനത്തിന് എതിരെ തിരിയാൻ പ്രേരിപ്പിക്കുന്ന അണിയറ ശക്തികൾ ആരെല്ലാമാണ്? കാരുണ്യത്തിൻ്റെ മുഖമായ സഭാസ്ഥാപനങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നത് ആരുടെ അജണ്ടയാണ്? നേർക്കാഴ്ച ഇന്ന് ചർച്ച ചെയ്യുന്നു ജൂബിലി അമല ആശുപത്രികളിലെ സമരത്തിന് പിന്നിലെ യാഥാർത്ഥ്യം. നേർക്കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നേർക്കാഴ്ചയിൽ നമ്മളോടൊപ്പം ചേരുന്നത് ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൻ്റെ CEO ആയ ഡോക്ടർ ബെന്നി ജോസഫ് നീലങ്കാവിലാണ്. സാറിനെ നമുക്ക് നേർക്കാഴ്ചയിലേക്ക് സ്വാഗതം ചെയ്യാം. സാർ, സ്വാഗതം. സ്വാഗതം. താങ്ക് യു. കേരളത്തിൻ്റെ തന്നെ ആരോഗ്യ മേഖലയിൽ ഏറ്റവും സുപ്രധാനമായൊരു പങ്ക് വഹിക്കുന്ന രണ്ട് ആശുപത്രികളാണ് തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ അതിരൂപതയുടെ കീഴിലുള്ള ജൂബിലി മിഷൻ ഹോസ്പിറ്റലും അതോടൊപ്പം തന്നെ അമല ഹോസ്പിറ്റലും. എന്നാൽ കഴിഞ്ഞ 3 മാസങ്ങളായി ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ മുൻവശം ഒരു സമരക്കളമായി മാറിയിരിക്കുകയാണ്. ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന നഴ്സുമാർ ശമ്പള വർധവിന് എന്ന പേരിൽ ആരംഭിച്ച ഒരു സമരം 3 മാസമായിട്ട് ഇപ്പോൾ തുടരുകയാണ്. എന്നാൽ കേരളത്തിൽ ഇപ്പോൾ ജൂബിലിക്കും അതോടൊപ്പം തന്നെ അമലയ്ക്കും മുമ്പിൽ മാത്രം ഇപ്പോൾ സമരം ചുരുങ്ങിയിരിക്കുകയാണ്. എന്താണ് ഈ ഒരു നഴ്സുമാർ സമരത്തിന് ഇറങ്ങാനിടയായ സാഹചര്യവും 3 മാസത്തോളം ഈ ഒരു സമരം തുടരുന്നതിന് പിന്നിലും സംഭവിച്ചത് എന്താണ്? താങ്ക് യു മിസ്റ്റർ ഡിജോ. അത് നല്ലൊരു ചോദ്യമാണ്. ഞാൻ ഈ ഏതാണ്ട് 100-105 ദിവസത്തോളമായി സമരം തുടങ്ങിയിട്ട് സമരം 3 പോയിന്റുകളാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഒന്ന്, സമരം തുടങ്ങുന്ന സമയത്ത് കേരളത്തിൽ പ്രൈവറ്റ് മേഖലയിൽ ഏറ്റവും അധികം ശമ്പളം കൊടുക്കുന്ന സ്ഥാപനം ജൂബിലിയും അമലയുമായിരുന്നു. അത് അവരുടെ നേതാക്കൾ തന്നെ സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. അത് കഴിഞ്ഞ് അവർ അന്ന് ആവശ്യപ്പെട്ടത് 40,000 രൂപ അടിസ്ഥാന ശമ്പളവും എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 60,000-ന് മീതെ ജൂബിലി പോലത്തെ സ്ഥാപനത്തിൽ ശമ്പളം വേണമെന്നായിരുന്നു. ഈ സമരം തുടങ്ങുന്ന സമയത്ത് ജൂബിലിയില് 2023 മുതൽ കൊടുത്തിരുന്ന ശമ്പളം 32,718 മുതൽ 65,000 വരെയായിരുന്നു ശമ്പളം. ഇനി സമരം തുടങ്ങി ഇപ്പോഴും ജൂബിലിയില് ഇതേ ശമ്പളമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു പോയിന്റ് നമ്മൾ പറയുന്നത്, കേരളത്തിന്റെ പശ്ചാത്തലത്തില് മിനിമം വേജസ് നിശ്ചയിക്കേണ്ടത് ഗവൺമെന്റ് ആണ്. ഗവൺമെന്റിനോടാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്, ഇൻസ്റ്റിറ്റ്യൂഷനോടല്ല സംസാരിക്കേണ്ടത്. ഇതാണ് രണ്ടാമത് നമ്മൾ പറഞ്ഞ പോയിന്റ്. മൂന്നാമത്തെ ഒരു പോയിന്റ് കൂടെ നമ്മൾ അവരോട് പറയുന്ന ഇതാണ്, ഏറ്റവും വേഗം മിനിമം വേജസ് പ്രഖ്യാപിക്കാനായിട്ട് മാനേജ്മെന്റും യൂണിയനുകളും ഒരുമിച്ച് ഗവൺമെന്റിനോട് പറയാം. ഈ 3 പശ്ചാത്തലങ്ങളാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. സർ, വ്യക്തമാണ്. സർ നേരത്തെ പറഞ്ഞു 32,000 മുതൽ 67,000 വരെ സാലറി നഴ്സുമാർക്ക് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ജൂബിലി എന്നുള്ളത്. നമുക്കറിയാം, ഈ ഒരു സമരം കേരളം മുഴുവൻ UNA ആരംഭിച്ചതാണ്. പല ഹോസ്പിറ്റലുകളുടെ മുമ്പിലും സമരമുണ്ടായിരുന്നു. എന്നാൽ അവിടെയെല്ലാം ഇന്നിപ്പോൾ സമരം ഏകദേശം അവസാനിച്ചിരിക്കുകയാണ്. പക്ഷേ തൃശ്ശൂർ അതിരൂപതയിലെ 2 ആശുപത്രികളിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സമരം തുടരുകയാണ്. 3 മാസമായിട്ട് ഏകദേശം ഒരു 100 ദിവസത്തിനോട് അടുക്കുകയാണ്. എങ്ങനെയാണ് ഇപ്പോൾ സമരം അവസാനിപ്പിച്ച പല ആശുപത്രികളിലും ഈ പറഞ്ഞ ഒരു സാലറി സ്കെയിൽ ഇന്ന് ഈ UNAയിലെ തന്നെ നഴ്സുമാർ വാങ്ങുന്നുണ്ടോ? അതിനെക്കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത്? ഓക്കെ, അത് നല്ലൊരു ചോദ്യമാണ്. ഞാൻ പറയുന്നത് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത് 32,718 മുതൽ 65,000 വരെയാണ് കൊടുക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. ഞങ്ങളോട് ആ ചോദ്യത്തിന് ഉത്തരം ഇതാണ്. 2023 ജൂബിലിയിലും അമലയിലും ഗവൺമെന്റ് പറയാതെ തന്നെ, ഗവൺമെന്റ് നിർദ്ദേശമില്ലാതെ തന്നെ 2,000 മുതൽ 8,000 വരെ ഇടക്കാല ആശ്വാസങ്ങൾ കൊടുത്തിരുന്നു.
ഇത് മിക്കവാറും ആശുപത്രികളിൽ കൊടുത്തിട്ടില്ല. ഇനി പറയുന്ന ഒരു ആർഗ്യുമെന്റ് ഇതാണ്, ഈ കുറെ ആശുപത്രികളിൽ ഇവര് ധാരണയൊപ്പിട്ടു, നഴ്സുമാർ സമരം അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, ഇത്ര അധികം ആശുപത്രികളിൽ ഇവർ ധാരണ ഒപ്പിട്ടിട്ടില്ലെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഇവര് ധാരണ ഒപ്പിട്ട് ശമ്പളം കൂട്ടി എന്ന് പറയുന്ന സ്ഥലങ്ങളിലെ ശമ്പളം പോലും ഞങ്ങൾ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന 2023 മുതൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ശമ്പളത്തിന്റെ അത്ര എത്തുന്നില്ല. ഇനി ഇതിനകത്ത് ഏറ്റവും രസകരമായ ഒരു സംഭവം, കഴിഞ്ഞ ഏതാണ്ട് 2 മാസത്തിനുള്ളിൽ, 1.5 മാസത്തിനുള്ളിൽ നമ്മുടെ അവിടെ ഏതാണ്ട് 100 പേര് പുതിയ നഴ്സുമാര് ഇവിടെ ജോയിൻ ചെയ്തിരുന്നു. 100-ലധികം പേര്. അതില് വളരെയേറെ കുറെ ആളുകൾ ജോയിൻ ചെയ്തിരിക്കുന്നത് ഇവര് ധാരണയായ ആശുപത്രികളിൽ നിന്നാണ്. അവര് പറയുന്ന ഒരു കാര്യം, അവിടെ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളം ഇവിടെ നമ്മുടെ അവിടെ കിട്ടുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ ഒരു സംഭവം ഞാൻ പറയാം. ഇന്ന് കാലത്ത് 6 പേര് പുതിയ ആശുപത്രികളിൽ നിന്ന് ഞങ്ങളുടെ അവിടെ പുതിയതായിട്ട് ജോയിൻ ചെയ്തവരുണ്ട്. അവരൊക്കെ അതിൽ എനിക്ക് തോന്നുന്നു 4 പേരും ഇവര് ധാരണയായ ആശുപത്രികളിൽ നിന്നാണ്. അവരുടെ ശമ്പളം ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇപ്പോൾ 2023 മുതൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ശമ്പളത്തിനേക്കാളും കുറവാണ് അവിടെ ഇപ്പോഴും ധാരണയായ ശേഷവും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ കൂടുതൽ ശമ്പളത്തിനായിട്ട് ഇപ്പോഴും ജൂബിലി വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ ഈ സമരത്തിൻ്റെ പിന്നിൽ മറ്റ് പല ലക്ഷ്യങ്ങളുമുണ്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം 32,718 മുതൽ കൊടുക്കുന്ന ഒരു സാലറി, അതൊരു പക്ഷേ ഒരു സാലറി സ്റ്റാഫുകളുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് അതിൻ്റെ സാലറികൾ കൂടിക്കൊണ്ടിരിക്കും, അത് വ്യക്തമാണ്. മറ്റൊരു കാര്യം, ഇപ്പോൾ ഏകദേശം എത്രത്തോളം നേഴ്സുമാർ, ഇപ്പോൾ ജൂബിലി മിഷൻ ആശുപത്രിയിൽ എത്രത്തോളം നേഴ്സുമാർ സമരത്തിലുണ്ട്, എത്ര പേര് ജോലി ചെയ്യാൻ ഇപ്പോഴും ജോലി തുടരുന്നുണ്ട്, ഇത് അമലേല സാറിന് അറിയുമെന്നറിയില്ല, എങ്കിൽ അതും കൂടി ഒന്ന് വ്യക്തമാക്കാമോ? അമലയിലെ കൃത്യം കണക്കുകൾ എനിക്ക് അറിയില്ല. പക്ഷെ ജൂബിലിയിലത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇന്നത്തെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 900 നഴ്സുമാര് ഇവിടെ ജോലിക്ക് വരുന്നുണ്ട്. ഒരു മൈനോറിറ്റി നഴ്സുമാരാണ്, ഏതാണ്ട് ഒരു 300ഓളം നഴ്സുമാരാണ് ഇപ്പോൾ സമരത്തിനായിട്ട് ഉള്ളത്. അപ്പൊ ഞാൻ എപ്പോഴും ഇത് പറയാവുന്ന ഒരു കാര്യമുണ്ട്, ഇത് നഴ്സുമാരുടെ സമരമല്ല, ഇത് UNA-ക്കാരുടെ, മൈനോറിറ്റി ആയ UNA-യിലത്തെ കുറച്ച് ആളുകൾ ചെയ്യുന്ന ഒരു സമരമാണ്. ഓക്കെ സാറേ, മറ്റൊരു കാര്യം, എത്രത്തോളം ഇപ്പോൾ ഒരു 3 മാസമായി ഏകദേശം ഈ ഒരു 300ഓളം സ്റ്റാഫ് സമരത്തിലാണ്. ജൂബിലി ആശുപത്രിയെ സംബന്ധിച്ചോളം നമുക്കറിയാം, ഒരു പ്രധാനപ്പെട്ട ആശുപത്രിയാണ്, വളരെ വലിയൊരു ആശുപത്രിയാണ്, ഒരുപാട് രോഗികൾ അവിടേക്ക് ചികിത്സയ്ക്ക് വേണ്ടി വരുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രധാനപ്പെട്ട ആശുപത്രിയിൽ 300ഓളം നേഴ്സുമാർ സമരത്തിൽ നിൽക്കുമ്പോൾ ഇത് എങ്ങനെയാണ് ആശുപത്രിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ അത് ബാധിച്ചിരിക്കുന്നത്? ഒപ്പം തന്നെ ഈ ഒരു സമവായത്തിന്, ഈ നഴ്സുമാരുമായി സമവായത്തിന് ഏതെങ്കിലും തരത്തിൽ മാനേജ്മെൻറ്റ് പല ചർച്ചകൾ നടന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പലപ്പോഴും പല ചർച്ചയിലും ധാരണയായില്ല എന്ന വാർത്ത വരുന്നുണ്ട്. എങ്ങനെയാണ് ഈ ചർച്ചകളിൽ എന്തൊക്കെയാണ് ഈ ധാരണയാവാതെ പോകുന്ന പ്രശ്നങ്ങൾ? ജൂബിലിയുടെ മാനേജ്മെൻറ്റിൻ്റെ നിലപാട് എങ്ങനെയാണ് ഈ നഴ്സുമാരോട്? ആദ്യം തന്നെ ജൂബിലിയുടെ നിലപാട് ഞാൻ പറയാം. ജൂബിലിയെ സംബന്ധിച്ച് നഴ്സുമാര് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പിവറ്റൽ റോളാണ് നമ്മുടെ ഹെൽത്ത് കെയർ ഇക്കോസിസ്റ്റത്തിലുള്ളത്, ജൂബിലിയിലുള്ളത്. ഏതാണ്ട് 1100-ലേറെ നഴ്സുമാര്, 475 ഡോക്ടർമാര്, അങ്ങനെ ഒരു 3600ഓളം സ്റ്റാഫ് മെമ്പേഴ്സാണ് ഉള്ളത്. നഴ്സുമാര് they play a very key role in the healthcare ecosystem of Jubilee. അതിലൊരു സംശയവുമില്ല. ഇനി ജൂബിലിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ എത്രമാത്രം അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. സമരം തുടങ്ങിയ അവസരത്തിൽ തീർച്ചയായും ജൂബിലിയുടെ പ്രവർത്തനങ്ങൾ അഫക്റ്റ് ചെയ്തിരുന്നു. കാരണം ഒരു വേണ്ടത്ര ഹൈക്കോർട്ടൊക്കെ നിർദ്ദേശിച്ചത് പ്രകാരമുള്ള നോട്ടീസുകളൊന്നും ഇല്ലാതെ അവര് കാഷ്വാലിറ്റിയും ICUം തിയേറ്ററുകളിൽ നിന്നും വാർഡുകളിൽ നിന്ന് ഇറങ്ങിപ്പോയ സമയം ഞങ്ങളെ സംബന്ധിച്ച് പേഷ്യന്റ് കെയറിൽ അഫക്റ്റഡ് ആയിരുന്നു. പക്ഷേ ഏതാണ്ട് 2.5 മാസമായിട്ട് വളരെ സ്മൂത്ത് ആയിട്ടാണ് ജൂബിലിയുടെ സേവനം പോകുന്നത്. അത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഞാൻ അതിന് പ്രത്യേകം അഭിനന്ദിക്കേണ്ടത് ഇവിടെ ഞങ്ങളോട് കൂടെ നിൽക്കുന്ന നഴ്സുമാരെയാണ്. ആ നഴ്സുമാർ അവിടെ നിൽക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ജൂബിലി ന്യായമായ ശമ്പളം കൊടുക്കുന്നുണ്ടെന്നുള്ളത് കൊണ്ടും രോഗികളോടുള്ള കമ്മിറ്റ്മെന്റ് കൊണ്ടാണ്. അപ്പം ഇപ്പോ നമ്മളെ സംബന്ധിച്ച് ഈ സമരത്തിന് പോയ നഴ്സുമാർക്ക് പകരമായിട്ട് ഞങ്ങൾ ഡെയിലി വേജസിനും റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്തി ആളുകൾ എടുത്തിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് ജൂബിലിയെ സംബന്ധിച്ച് ഈ UNA-യുടെ സമരം യാതൊരു കാരണത്താലും അഫക്റ്റഡ് ആക്കുന്നില്ല.
ഇന്നത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് ഏതാണ്ട് 2200ഓളം ഔട്ട് പേഷ്യൻസ് ഇന്ന് വന്നു പോയിട്ടുണ്ട്. 800-ലധികം IP പേഷ്യൻസ് ഇവിടെയുണ്ട്. അപ്പം ജൂബിലിയെ സംബന്ധിച്ച് ഇപ്പോൾ ഇത് അഫക്റ്റഡ് അല്ല. ഈ സമരം UNA സമരം അഫക്റ്റഡ് അല്ല. ഈ നടന്ന ചർച്ചകളിൽ എങ്ങനെയൊക്കെ സമവായങ്ങൾ, ഇപ്പോൾ ഒരുപാട് ചർച്ചകൾ UNA ആയിട്ട് നടന്നിട്ടുണ്ട് ഈ സമരം ചെയ്യുന്ന നഴ്സുമാരായിട്ട് ആശുപത്രി അധികൃതർ നടത്തിയിട്ട്. ആ സമരങ്ങളിലെല്ലാം ധാരണയാവാതെ പോയ എന്തുകൊണ്ടാണ് ധാരണയാവാൻ പറ്റാതിരുന്നത്? ഏത് തരത്തിലുള്ള നിലപാടുകളായിരുന്നു നഴ്സുമാർ ആവശ്യപ്പെട്ടത്? നഴ്സുമാരെ തുടക്കത്തിലൊക്കെ ആവശ്യപ്പെട്ടത് 40,000 ബേസിക് സാലറി വേണമെന്നായിരുന്നു. പിന്നീട് അവരുടെ ഗോൾ പോസ്റ്റുകൾ പല ഇടയിലും പല സമയത്തും മാറിയിട്ടുണ്ടായിരുന്നു. മാനേജ്മെന്റിനെ സംബന്ധിച്ച് 2 പ്രധാനപ്പെട്ട നിലപാടുകളാണ് ഉണ്ടായത്. ഒന്ന്, മാനേജ്മെന്റ് എന്നും അവരോട് നമ്മുടെ സാഹചര്യം അനുസരിച്ച് അവരോട് ജോലിക്ക് വരാനായിട്ട് റിക്വസ്റ്റ് ചെയ്തിരുന്നു. 2, നമ്മൾ പറഞ്ഞിരുന്നത് ഗവൺമെന്റ് അല്ലേ മിനിമം വേജ് ഫിക്സ് ചെയ്യേണ്ടത്, ഗവൺമെന്റിനോട് നമുക്ക് ഒരുമിച്ച് സമ്മർദ്ദം ചെലുത്താം, എന്നിട്ട് ഗവൺമെന്റ് ഏറ്റവും പെട്ടെന്ന് മിനിമം വേജ് ഇറക്കാനുള്ള ശ്രമങ്ങൾ തുടരാം എന്നാണ് നമ്മൾ ചർച്ചകളിൽ പറഞ്ഞിരുന്നത്. അപ്പൊ ഈ 2 നിലപാടുകൾ ഇപ്പോൾ സർക്കാർ മിനിമം വേജസ് കൊണ്ടുവന്നതിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു കാര്യം ചർച്ച ചെയ്യാം, അത് അവർ തള്ളി. അതെ, ആവശ്യപ്പെടുന്നത് ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് നമ്മൾ ശമ്പളം കൂട്ടിക്കൊടുക്കണമെന്നുള്ളതാണ്. 40,000 രൂപ മിനിമം വേജസ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ ഫസ്റ്റ് കയറി വരുന്നവർക്കാണോ, അല്ലെങ്കിൽ അവർ ഇത്ര വർഷം എക്സ്പീരിയൻസ് ഉള്ളവർ, അങ്ങനെ എന്തെങ്കിലും മുന്നോട്ട് വെച്ചിരുന്നോ? അതായത് നമ്മുടെ പശ്ചാത്തലത്തിൽ 1 കൊല്ലം എക്സ്പീരിയൻസ് കഴിഞ്ഞവരെയാണ് സ്റ്റാഫ് നഴ്സുമാർ എന്ന് പറയാ. ആ സ്റ്റാഫ് നഴ്സുമാർക്കാണ് 40,000 അടിസ്ഥാന ശമ്പളം എന്ന് പറയുന്നത്. പിന്നീട് അവര് ഈ കാര്യങ്ങളൊക്കെ മാറ്റി കേട്ടോ. തുടക്കത്തിൽ പറഞ്ഞത് അടിസ്ഥാന ശമ്പളം 40,000 എന്ന് പറഞ്ഞിട്ടാണ്. നിലവിൽ അവരുടെ ആവശ്യം ഇപ്പോൾ എത്രയാണ് നിൽക്കുന്നത്? ഇപ്പൊ അവര് ചോദിക്കുന്നത് ഇടക്കാല ആശ്വാസമാണ്. കാരണം ഇടക്കാല ആശ്വാസമാണത്രേ പല ആശുപത്രികളിലും കൊടുത്തിരുന്നത്. ഇടക്കാല ആശ്വാസമാണ് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ന് ഒരു തെറ്റിദ്ധാരണകരമായൊരു വാർത്ത വരികയുണ്ടായിരുന്നു. അമലയിൽ ഇതുപോലെ 2 ആശുപത്രികളിൽ സമരം നടക്കുന്നു, അതും ഒരു അതിരൂപതയുടെ കീഴിൽ നടക്കുകയാണ്. അവിടെ അമലയിൽ സമരക്കാരുടെ ആവശ്യം ആശുപത്രി അധികൃതർ അംഗീകരിച്ചു, അവർ ജോലിക്ക് കയറി എന്ന രീതിയിൽ മുഖ്യധാരാ വാർത്താ മാധ്യമങ്ങളടക്കം ഫ്ലാഷ് ന്യൂസുകൾ പോവുകയുണ്ടായി. എന്താണ് അതിൻ്റെ പിന്നിൽ സംഭവിച്ചത്? അല്ലെങ്കിൽ അത്തരത്തിലൊരു വാർത്ത വന്നതിന് പിന്നിൽ എന്തെങ്കിലും പ്രത്യേക ഗൂഢാലോചനകൾ, അല്ലെങ്കിൽ ഒറ്റ തിരിഞ്ഞ് ജൂബിലിയെ ആക്രമിക്കുക, അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഒരു ഗൂഢാലോചന നടന്നിരുന്നോ? ഇന്ന് 2 പ്രധാനപ്പെട്ട നാടകങ്ങൾ, ഞാനതിനെ നാടകമെന്ന് തന്നെ വിശേഷിപ്പിക്കുക, നാടകങ്ങൾ നടന്നിരുന്നു. ആദ്യത്തെ നാടകം നടന്നത് ഏതാണ്ട് ഒരു കാലത്ത് എനിക്ക് 9 മണി 10 മണി സമയത്താണ്. ജൂബിലിയിൽ സമരം അവസാനിപ്പിച്ചു, ഞങ്ങൾ ഡിസ്കഷൻ ധാരണയായി 4,000 മുതൽ 6,000 വരെ ശമ്പളം കൂട്ടാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ് 3-4 ധാരണയായ കാര്യങ്ങൾ ഇവർ പബ്ലിഷ് ചെയ്തു. അതുകൊണ്ട് സമരം നിർത്തി എന്ന് പറഞ്ഞ് ഞങ്ങൾ ന്യൂസ് ഫേസ്ബുക്കിലൊക്കെ വാട്സാപ്പിലൊക്കെ ന്യൂസുകൾ കണ്ടു. പക്ഷേ അതിന് ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അമലയുടെ ഡയറക്ടർ കൃത്യമായിട്ടൊരു വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇത് വാസ്തവവിരുദ്ധമായ പ്രചരണമാണ്. അമല മാനേജ്മെന്റും UNAയുമായിട്ട് ഈ ദിവസങ്ങൾ ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്ന് വാസ്തവമായിട്ട് ഒരു കുറിപ്പ് ഇറക്കുകയും അതിനെ തുടർന്ന് ജൂബിലിയും അമലയും ഒരുമിച്ച് ഒരു സംയുക്ത പ്രസ് കോൺഫറൻസ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇന്ന് ഉച്ചയ്ക്ക് 2:30 ഞങ്ങൾ വിളിക്കുകയും ചെയ്തു. അതിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്ന് അമലയിൽ സമരം ഒത്തുതീർപ്പായെന്നും UNAയുമായി ചർച്ച നടന്നു എന്നുള്ളതും ഒരു നാടകത്തിന്റെ ഭാഗമായിരുന്നു. അങ്ങനെയൊന്നും നടന്നിട്ടില്ല. അത് ഇപ്പോഴത്തെ അമലയിലെ ഡയറക്ടറേറ്റ് അതിന് കൃത്യമായി ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. എല്ലാ വാർത്താ മാധ്യമങ്ങളിലും അത് കൊടുത്തിട്ടുണ്ട്. രണ്ടാമതൊരു കാര്യം, ഇതേ സമയത്ത് നടന്ന മറ്റൊരു കാര്യം, ജൂബിലിയുടെ പ്രധാന കവാടമായ ഗേറ്റ് നമ്പർ 1 ഉപരോധിക്കുകയും രോഗികൾക്ക് പിന്നെ സ്റ്റാഫ് മെമ്പേഴ്സിന് പ്രത്യേകിച്ച് രോഗികൾക്ക് തടസ്സമാകുന്ന രീതിയിൽ റോഡ് അവിടെ തടയുകയും ചെയ്തു. പിന്നെ അവസാനം പോലീസ് വരികയും കുറച്ചു നേരം കഴിഞ്ഞപ്പം രോഗികൾക്ക് ശുശ്രൂഷ കൊടുക്കാനൊക്കെ നമുക്ക് സാധിച്ചു. ഈ 2 സംഭവങ്ങളും, പ്രത്യേകിച്ച് ആദ്യം നടന്ന ഈ സമരം അവസാനിപ്പിച്ചു എന്ന് പറയുകയും വ്യാജവാർത്ത പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തത് വളരെ വളരെ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതും കുറച്ച് ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്.
ആ ചോദ്യം ഇതാണ്, ഇത് ജൂബിലിയെ മാത്രം ടാർഗറ്റ് ചെയ്ത് വരുത്താനുള്ള ഒരു ലക്ഷ്യമായിരുന്നു എന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിലാണ് സംയുക്ത വാർത്താ സമ്മേളനം നടത്തുകയും ഞങ്ങളുടെ രണ്ടുപേരുടെ നിലപാടുകൾ ഒരുമിച്ച് ഞങ്ങൾ പറയുകയും ചെയ്തത്. തീർച്ചയായിട്ടും വ്യക്തമാണ് സാർ. മറ്റൊരു കാര്യം, നേരത്തെ പറഞ്ഞ പോലെ ജൂബിലിയെ മാത്രം ടാർഗറ്റ് ചെയ്ത് നടത്തുന്ന രീതിയിൽ നമുക്കൊരു സംശയം വരുന്നു. അതോടൊപ്പം തന്നെ ഇത് തൃശ്ശൂർ അതിരൂപതയ്ക്കെതിരെ നടത്തുന്ന, അല്ലെങ്കിൽ അതിരൂപത അധ്യക്ഷനെ അടക്കം ഈ ഒരു സമരത്തിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിൽ അധിക്ഷേപങ്ങൾക്ക് വലിച്ചഴയ്ക്കുന്ന ഒരു കാഴ്ച നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കാണുകയാണ്. ആശുപത്രി മാനേജ്മെൻറ്റിന് മുമ്പിൽ നടത്തുന്ന സമരം ഒരു രൂപത അധ്യക്ഷൻ്റെ അല്ലെങ്കിൽ ബിഷപ്പ് ഹൗസിൻ്റെ മുമ്പിലേക്ക് സമരം എത്തിക്കുന്നു. വളരെ മോശമായ രീതിയിൽ തന്നെ ആ ഒരു സമരം, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ക്രൈസ്തവരായ മക്കളെ അടക്കം, എനിക്ക് തോന്നുന്നു രൂപതയുടെ മക്കളടക്കം അതിനകത്തേക്ക് രൂപത അധ്യക്ഷനെതിരെ ഒരു സമരത്തിലേക്ക് കൊണ്ടുവരാൻ പലപ്പോഴും ഈ ഒരു സമരത്തിന് സാധിച്ചിട്ടുണ്ടെന്ന് പലപ്പോഴും നമുക്ക് തോന്നുന്നുണ്ട്. അതിൻ്റെ പുറകിലെ എന്ത് ഗൂഢാലോചനയാണ് നടക്കുന്നത്? ഞാൻ ഈ സ്ഥാപനത്തിലെ ഒരു CEO എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നുന്നത്, ഈ ജൂബിലിയിൽ ഇന്ന് നടക്കുന്ന സമരത്തെക്കാളും എന്നെ വ്യക്തിപരമായിട്ട് വേദനിപ്പിച്ചത് ജൂബിലിയുടെ UNA-ക്കാരും തമ്മിൽ ഉള്ള സമരത്തെ അതിരൂപത ആസ്ഥാനത്തേക്ക് കൊണ്ടുപോയതാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിരൂപത അധ്യക്ഷനും അതിരൂപത ആസ്ഥാനം എന്ന് പറയുന്നത് 4.5 അല്ലെങ്കിൽ 5 ലക്ഷം വരുന്ന ആളുകളുടെ കേന്ദ്രമാണ്. ഈ ആളുകളുടെ കേന്ദ്രത്തിലേക്ക് ഈ സമരം കൊണ്ടുപോയതിന്റെ പിന്നിൽ ലക്ഷ്യങ്ങളുണ്ടോ എന്ന് ഞങ്ങൾ വീണ്ടും സംശയിക്കുകയാണ്. ആദ്യം ഏതാണ്ട് 1.5-1.25 മാസം മുമ്പാണ് ഇതിന് നേതൃത്വം കൊടുത്ത വളരെ വിചിത്രമായ രീതിയിൽ 2 വ്യക്തികളെ വെച്ച് രണ്ടുപേരും ഡിസിപ്ലിനറി ആക്ഷനിൽ കൂടെ പോയിരിക്കുന്ന വൈദികരെ വന്ന് അതിരൂപത ആസ്ഥാനം ഗരാവ് ചെയ്തത്. അതിനെ തുടർന്ന് കഴിഞ്ഞ ഞായറാഴ്ച, ഇന്നലെയല്ല അതിനു മുമ്പത്തെ ഞായറാഴ്ച, UNA-യുടെ പ്രത്യേക ആവശ്യപ്രകാരം അതിരൂപത അധ്യക്ഷനുമായ ഒരു സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെടുകയും ആ സംഭാഷണം കഴിഞ്ഞ് വളരെ വിപ്ലവകരമായി അതിരൂപതയിലേക്ക് മാർച്ച് നടത്തുകയും 8-9 മണിക്കൂർ നേരം അതിരൂപതയിലേക്കുള്ള മെയിൻ റോഡ് ബ്ലോക്ക് ചെയ്യുകയും അതിരൂപത ആ കാര്യാലയത്തിൽ ഗരാവ് ചെയ്യുകയും അതിനോടനുബന്ധിച്ചും അതിനോട് ശേഷവും ആർച്ച് ബിഷപ്പിനെ, അതിരൂപത അധ്യക്ഷനെ വളരെ മോശമായ രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളോട് ചിത്രീകരിക്കാനും നടന്നിട്ടുള്ള കുൽസിത ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഇത് 5 ലക്ഷത്തോളം വരുന്ന വിശ്വാസികളെ സംബന്ധിച്ച് വളരെ വേദനാജനകമാണ്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നലെ ഞാൻ മനസ്സിലാക്കുന്നത്, ഏതാണ്ട് 200ഓളം ഇടവകകളില് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധ പ്രകടനങ്ങളും പ്രമേയങ്ങൾ പാസ്സാക്കുകയും ചെയ്തിട്ടുണ്ട്. അത് തീർത്തും അപലപനീയമാണ്. ഈ അതിരൂപത അംഗം എന്നുള്ള നിലയ്ക്ക് എനിക്കൊക്കെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ ജൂബിലിയിൽ സമരത്തെ അതിരൂപത അധ്യക്ഷനെയും അതിരൂപത കാര്യാലയത്തിലേക്ക് കൊണ്ടുപോകുന്നത്. തീർത്തും അപലപനീയമാണ്. ഒരു കാരണവശാലും ഈ ഒരു രീതി, അതിരൂപതയെയും അതിരൂപത അധ്യക്ഷനെയും കരിവാരിത്തേക്കുന്ന രീതി ഒരിക്കലും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും സാർ. മറ്റൊരു കാര്യം, സർക്കാരിൻ്റെ നിലപാട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്യുകയുണ്ടായിരുന്നു. സർക്കാരിൻ്റെ നിലപാട് എങ്ങനെയാണ് ഈ ഒരു സമരത്തോട്? സർക്കാർ നമ്മളോട് പറഞ്ഞത് ഇതാണ്. ഞാനും ഈ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. തൊഴിൽ മന്ത്രിയും ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തില് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷനും വിവിധ യൂണിയനുകളുമായി ചർച്ച നടന്നപ്പോൾ നമ്മളും അവരോട് പറഞ്ഞിട്ടുള്ളത്, അവരവസാനം സമ്മതിച്ചിട്ടുള്ളതും ഏറ്റവും വേഗത്തില് ഈ മിനിമം വേജസ് സർക്കാർ പ്രഖ്യാപിക്കാൻ ശ്രമിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും മിനിമം വേജസ് സർക്കാർ പ്രഖ്യാപിച്ചാൽ അതുമായി ആ ഒരു എല്ലാ ഹോസ്പിറ്റൽസും പിന്നെ അതുമായി ബന്ധപ്പെട്ട് പോകണം. അതാണ് അവസാനമായിട്ട് ജൂബിലിയുടെയും അല്ലെങ്കിൽ അമലയുടെ മാനേജ്മെന്റ് സമരക്കാർ മുന്നിൽ വയ്ക്കുന്ന നിലപാട് അല്ലേ? അതിൽ നിന്നൊരു പക്ഷെ ഒരല്പം കടന്നിട്ടാണ് ജൂബിലിയുടെയും ചെയർമാനും അമലയുടെ ചെയർമാനും പറഞ്ഞത്. നിയമപരമായി സ്വീകാര്യമായ മിനിമം വേജസ് പ്രഖ്യാപിക്കുമ്പോൾ ആദ്യം അത് ജൂബിലിയും അമലയും കൊടുക്കാമെന്നാണ് 2 സ്ഥലങ്ങളുടെയും ചെയർമാൻമാര് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ സാർ. നിലവിൽ അവസാനം ഇപ്പോൾ ഈ ഒരു 300 പേരോളം ഇപ്പോൾ നിലവിൽ സമരം ചെയ്യുന്നുണ്ട് ജൂബിലിയുടെ മുമ്പിൽ. ഏകദേശം ആ ഒരു ഒഴിവുകളെല്ലാം ഈ കഴിഞ്ഞ 3 മാസമായി പല പ്രാവശ്യം സാറേ പറഞ്ഞു ഇന്ന് തന്നെ നമ്മൾ അപ്പോയിന്റ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമരം തീരാണെങ്കിൽ, ഇപ്പോൾ സർക്കാർ മിനിമം വേജസ് ഉടനെ പ്രഖ്യാപിക്കുന്നതോടുകൂടി ബാക്കി എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് വരികയാണെങ്കിൽ സമരം തീരേണ്ടതാണ്.
സമരം തീരുകയാണെങ്കിൽ ഈ 300 സ്റ്റാഫിനെയും എങ്ങനെയാണ് ഇനി ജൂബിലി അത് അക്കോമഡേറ്റ് ചെയ്യുന്നത്, അവരെ തിരിച്ചെടുക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട്? രണ്ട് കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം, ഇനി അവർ ഇപ്പോ തിരിച്ചു വരികയാണെങ്കിൽ ഒരിക്കലും ഈ 300 പേര് ഒരുമിച്ച് തിരിച്ചെടുക്കാൻ പറ്റില്ല, ഘട്ടം ഘട്ടമായിട്ട് എടുക്കുകയുള്ളൂ. രണ്ട്, അവരുടെ തുടർ നിയമത്തെക്കുറിച്ച് ഈ നമ്മളൊരു വിദഗ്ധമായ ഒരു നിയമ ഉപദേശം സ്വീകരിച്ചതിന് ശേഷമേ ജോലിയിൽ പ്രവേശിക്കാൻ സാധ്യതയുള്ളൂ എന്ന് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്തായാലും താങ്ക് യു സാർ. ഇത്ര നേരം ജൂബിലിയുമായി ബന്ധപ്പെട്ട്, ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഈ ഒരു സമരത്തിൻ്റെ പിന്നിൽ ഒരുപാട് വാസ്തവിരുദ്ധമായ വ്യാജ വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റ് ഓൺലൈൻ ചാനൽസ് വഴിയൊക്കെ സമൂഹത്തിൽ പരക്കുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ രൂപതാധ്യക്ഷനെയും വൈദികരെയും, ഈ രണ്ട് ആശുപത്രികൾക്ക് നേതൃത്വം കൊടുക്കുന്ന വൈദികരൊക്കെ പൊതുമധ്യത്തിൽ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കാനാണ് അത്തരം വാർത്തകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും എല്ലാം ചെയ്യുന്നതും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട യഥാർത്ഥ വസ്തുത സാർ നമ്മുടെ ഈ ഒരു നേർക്കാഴ്ചയിലൂടെ സാർ അത് തുറന്ന് കാണിക്കുകയാണ്. ഇങ്ങനെ കേരളത്തിന് ഏറ്റവും കൂടുതൽ സാലറി കൊടുക്കുന്ന ഹോസ്പിറ്റൽ, അതിനകത്ത് പ്രത്യേകിച്ച് ജൂബിലി ഏകദേശം 65,000-ഓളം രൂപ സാലറി കൊടുക്കുന്ന ഒരു ആശുപത്രിയുടെ മുമ്പിലാണ് ഇത്തരത്തിൽ കഴിഞ്ഞ 3 മാസമായി നടക്കുന്ന ഈ ഒരു സമരം. 32,718 മുതൽ ആരംഭിക്കുന്ന ഒരു ശമ്പള സ്കെയിൽ എന്നുള്ളത് തീർച്ചയായിട്ടും അത് പൊതുസമൂഹം വിലയിരുത്തട്ടെ. ഇത്തരത്തിൽ ശമ്പളം കൊടുക്കുന്ന ഒരു ആശുപത്രിയുടെ മുമ്പിൽ 3 മാസമായി നടക്കുന്ന ഈ ഒരു സമരം അത് എങ്ങനെ കാണണം, എങ്ങനെ എടുക്കണം എന്നത് പൊതുസമൂഹം വിലയിരുത്തട്ടെ എന്ന് പറയുകയാണ്. എന്തായാലും ഇത്ര നേരം നേർക്കാഴ്ചയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ സാർ നൽകിയതിന്, ഒപ്പം ഈ ഒരു ചർച്ചയിൽ പങ്കെടുത്തതിനും ഒരുപാട് നന്ദി. താങ്ക് യു സാർ. താങ്ക് യു മിസ്റ്റർ ഡിജോ. നേർക്കാഴ്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും മറ്റൊരു വിഷയമായി നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.